ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ദ മിസ്റ്റീരിയസ് പിക്ചർ ആയിരുന്നു, റിട്ടൺ ബൈ ചാൾസ് ഡി കോസ്റ്റർ. അപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു ടില്ലാണ് അല്ലേ. അപ്പോൾ എവിടെയായിരുന്നു നമ്മൾ ലാസ്റ്റ് നിർത്തിയിരുന്നത്? ടില്ലിന് ആ പിക്ചർ വരയ്ക്കാൻ 100 ഗോൾഡ് കോയിൻസ് ആർച്ച്ഡ്യൂക്ക് കൊടുത്തു. അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി ബാക്കി ഭാഗം നോക്കാം. ദ നെക്സ്റ്റ് ഡേ ടിൽ ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക് to allow him to see all the courtiers who were to be painted along with him. അങ്ങനെ അടുത്ത ദിവസം ടിൽ എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്കിനോട് ആവശ്യപ്പെട്ടു. എന്ത്? ഈ കൊട്ടാരത്തിലുള്ള ഈ പാലസിലുള്ള എല്ലാ കോർട്ടിയേഴ്സിനെയും എനിക്കൊന്ന് കാണണം. കാരണം എന്താ, എല്ലാവരുടെയും പിക്ചർ വരയ്ക്കണം അല്ലേ. അപ്പോൾ എല്ലാവരെയും ഒന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. ടില്ല് ആവശ്യപ്പെട്ടു. ദേ കെയിം ആൻഡ് സോ ഹിം വൺ ബൈ വൺ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കോർട്ടിയേഴ്സ് വെച്ചാൽ കൊട്ടാരത്തിലുള്ള എല്ലാവരും, സദസ്സിലുള്ള എല്ലാവരും വന്നിട്ട് ഓരോരുത്തരായിട്ട് ടില്ലിനെ കാണാൻ തുടങ്ങി. ദ ഫസ്റ്റ് ടു കം വാസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ആർമി. അപ്പോൾ ഫസ്റ്റ് ആരാ വന്നത്? അവിടുത്തെ ആർമിയിലെ കമാൻഡർ ചീഫാണ് ഫസ്റ്റ് വന്നത്. ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബാൾഡ് മാൻ വിത്ത് ആൻ എനോമസ് പോയിൻസ്. അപ്പോൾ അയാളുടെ ആ ഒരു അപ്പിയറൻസ് ആണ് പറഞ്ഞത്. ഹി വാസ് എ ഷോർട്ട്, ചെറിയ ആളായിരുന്നു. അതും ഉയരമില്ലാതെ ഷോർട്ടായിരുന്നു. അതേപോലെ ഫാറ്റ്, തടിച്ചിട്ട്. അതേപോലെ ബാൽമാൻ, കഷണ്ടി ഉണ്ട്. കൂടാതെ എന്തും കൂടെ ഉണ്ട്, എനാമസ് പോയിൻസ്, കൊടവയറുണ്ട്. വയറ് ചാടിയിട്ടാണ് അയാളുടെ. അപ്പോൾ കമാൻഡർ ചീഫിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു? ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബാൽമാൻ വിത്ത് ആൻ എനാമസ് പോയിൻസ്. എന്നുവെച്ചാൽ നീളം കുറഞ്ഞ് തടിച്ച് കഷണ്ടിയുള്ള, അതേപോലെ ഒരു വയറൊക്കെ ചാടിയിട്ട് ഉള്ള ഒരാളായിരുന്നു ആര്? കമാൻഡർ ചീഫ്. He whispered in Till's ear, "When you paint my picture, remember you are to make me look handsome." അങ്ങനെ ഈ കമാൻഡർ ചീഫ് വന്നിട്ട് ടില്ലിനോട് സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് പറയണത്, ചെവിയിൽ പോയിട്ട് പറയണ്, "വെൻ യു പെയിൻറ്റ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം." നീ എന്നെ വരയ്ക്കുന്ന സമയത്ത് നീ എങ്ങനെ വരയ്ക്കണം? നല്ല ഹാൻസം ആക്കി വരയ്ക്കണം, നല്ല മനോഹരം, നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് വരയ്ക്കണം. എന്താണ്? എൻ്റെ ഈ കോലത്തിൽ തന്നെ വരയ്ക്കരുത്, പകരം എന്ത് ചെയ്യണം? നല്ല ഹാൻസം ആയിട്ട് അതിമനോഹരമാക്കിയിട്ട് എന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞു. "ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ് ഐൽ ഹാവ് യു ഹാങ്ഡ്." എൻ്റെ ഈ ചാടിയ വയറുണ്ടല്ലോ, അത് ഫ്ലാറ്റ് ആക്കിയില്ലെങ്കിൽ, അത് കുറച്ച് വരച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞു. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജർ. നീ ഒന്ന് ഓർക്കണം, എന്താണ്? ഞാൻ പണ്ട് ഭയങ്കര ഹാൻസം സോൾജറായിരുന്നു, ഭംഗിയുള്ള ഒരു സോൾജറായിരുന്നു പറഞ്ഞു. ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് കമാൻഡർ ചീഫ് വന്നു. ഇനി അടുത്ത ആരാ വരുന്നത്? ഒരു എൽഡർലി ലേഡി, വെച്ചാൽ കുറച്ച് പ്രായമൊക്കെയുള്ള ഒരു ലേഡി, വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ് അടുത്ത് വന്നത്. ഷീ ഹാഡ് എ ലാർജ് ഹംബ് ഓൺ ഹെർ ബാക്ക്. അപ്പോൾ ആ സ്ത്രീയുടെ പ്രത്യേകത എന്തായിരുന്നു? ബാക്കിൽ പുറത്ത് എന്തുണ്ട്? പുറത്ത് ഒരു കൂനുണ്ട്. ഹംബ് എന്ന് പറഞ്ഞാൽ കൂന്. "സോ പെയിൻറ്റർ," ഷീ സെഡ് സോഫ്റ്റ്ലി, "മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ." അപ്പോൾ ഈ എൽഡർലി ലേഡി, ചില വയസ്സായ സ്ത്രീ വന്നിട്ട് ടില്ലിനോട് പറയാണ്, "സോ പെയിൻറ്റർ," ഷീ സെഡ് സോഫ്റ്റ്ലി, "മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ." നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ വരയ്ക്കുമ്പോൾ ഇതുപോലെ വയസ്സം കാലത്തിൽ വരയ്ക്കരുത്, പകരം എന്ത് ചെയ്യണം? നല്ല യങ് ആയിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞാൽ ഒരു യുവതിയായിട്ട്, ഈ വയസ്സായ രീതിയിൽ തന്നെ വരയ്ക്കരുത്, ആ യുവതി ആയ കോലത്തിൽ തന്നെ വരച്ചാൽ മതി തന്നെ, നല്ല മനോഹരാക്കി വരയ്ക്കാൻ പറഞ്ഞു. "ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹം ഓൺ മൈ ബാക്ക് ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി, ഐ വിൽ ഹാവ് യു ടോൺ ടു പീസസ്." ഇനി നിങ്ങളെങ്ങാനും എൻ്റെ ഹമ്പ് വരയ്ക്കരുത്. ഇനി എങ്ങാനും നിങ്ങൾ ഹമ്പ് വരച്ചിട്ട് വെച്ചാൽ ആ കൂന് വരച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആ ബ്യൂട്ടിനെസ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഞാൻ നിങ്ങളെ തുണ്ടെന്തുണ്ടാകും? ടോൺ ടു പീസസ്, ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റും. അപ്പോൾ ഫസ്റ്റ് വന്നത് ആരായിരുന്നു? കമാൻഡർ ചീഫ് അല്ലേ, ആർമിയിലെ കമാൻഡർ ചീഫായിരുന്നു. കമാൻഡർ ചീഫും പറഞ്ഞു എന്ത്? ഹാൻസം ആക്കി വരയ്ക്കാൻ. അയാളുടെ എന്താണ്, ആ വയറ് ചാടിയതൊന്നും
പാടില്ല, വരയ്ക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കി എല്ലാം ഫ്ലാറ്റാക്കി വരയ്ക്കാൻ പറഞ്ഞു, വയറൊക്കെ ഫ്ലാറ്റാക്കി വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ അടുത്ത് വന്ന ഒരു എൽഡർലി ലേഡിയാണ് വന്നത്. അപ്പോൾ ഈ എൽഡർലി ലേഡിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു പറഞ്ഞാൽ യങ് ആക്കി വരയ്ക്കാൻ പറഞ്ഞു. സോ വയസ്സായ സ്ത്രീയാണ്, അപ്പോൾ അവരുടെ ആ യുവത്വത്തിലുള്ള കോലം ആക്കി വരയ്ക്കാൻ പറഞ്ഞു. അതേപോലെ മനോഹരമാക്കി വരയ്ക്കാൻ പറഞ്ഞു. പിന്നെ അവരുടെ ആ ഒരു ഹമ്പ് ചില കൂന് കളഞ്ഞിട്ട് വേണം വരയ്ക്കാനെന്ന് പറഞ്ഞാൽ ആ പിക്ചറിൽ കൂനുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി എങ്ങാനും ആ കൂനുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നിങ്ങളെ ഞാൻ തുണ്ടം തുണ്ടാക്കുമെന്ന് പറഞ്ഞു. എ യങ് ലേഡി ഹു വാസ് ദ കമ്പാനിയൻ ഓഫ് ദി ഡച്ചസ് കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. അങ്ങനെ അതും പറഞ്ഞിട്ട് ആ ഓൾഡ് ലേഡി പോയി. ആ ഓൾഡ് ലേഡി പോയതിന് ശേഷം ഒരു യങ് ലേഡി വന്നു, ഒരു യുവതി വന്നു. യുവതി വന്നിട്ടോ, യുവതി ആരാണ്? ഡച്ചസിൻ്റെ കമ്പാനിയനാണ്. വെച്ചാൽ ഡച്ചസ് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ കൂടെയുള്ള സ്ത്രീയാണ്, യങ് ലേഡിയാണ്. പിന്നെ നെക്സ്റ്റ് വന്നു ഈ ഓൾഡ് ലേഡി പോയതിന് ശേഷം വന്നത് ഒരു യങ് ലേഡിയാണ്. ഷീ വാസ് യങ് ആൻഡ് പ്രെറ്റി ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. അവളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, യങ് ആണ്, നല്ല യുവത്വമുണ്ട്, അതേപോലെ പ്രെറ്റിയാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. പക്ഷെ എന്തുണ്ട്, ഒരു ആക്സിഡൻറ്റിൽ അവളുടെ ഫ്രണ്ടിലുള്ള 3 പല്ലുകൾ അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷീ വാണ്ട് ടിൽ ദാറ്റ് if in her picture she didn't see herself smiling with a perfect set of early teeth, she would have him cut into small bits by her lover. എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ വരയ്ക്കുന്ന സമയത്ത്, ആ ലേഡി പറയും, നിങ്ങൾ എന്നെ വരയ്ക്കുന്ന സമയത്ത് എൻ്റെ ഈ ഫ്രണ്ടിലുള്ള പോയ പല്ലിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല മുത്ത് പോലെയുള്ള നല്ല ഭംഗിയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പല്ലുകൾ ഞാൻ ആ പുഞ്ചിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പല്ല് നല്ല പേളി ടീത്ത് കൊടുക്കാൻ, വെച്ചാൽ മുത്ത് പോലെയുള്ള ടീത്തുകൾ കൊടുക്കാൻ പറഞ്ഞു, നല്ല മനോഹരമായിട്ടുള്ള ടീത്ത് കൊടുക്കാൻ പറഞ്ഞു. Then she would have him cut into small bits by her lover. എന്താണ്, ഇനി അത് നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ പേളി ടീത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ലവറിനോട് പറഞ്ഞു, ലവർ എന്ന് പറഞ്ഞാൽ അവളുടെ കാമുകനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടും എന്ന് പറഞ്ഞു, സ്മോൾ ബിറ്റ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യും. ഷീ പോയിൻറ്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ്. അപ്പോൾ ഷീ പോയിൻ്റ് ആരെയാണ് ഉദ്ദേശിച്ചത്, ആ ലവറിന് ഉദ്ദേശിച്ച ആരെയാണ്, നമ്മൾ ക്യാപ്റ്റൻ ഓഫ് ദി ഗോഡ്സ്, നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടു അല്ലേ, ക്യാപ്റ്റൻ ഓഫ് ദി ഗോഡ്സ്. അപ്പോൾ ഈ യങ് ലേഡിയുടെ ലവർ ആരാണ്, ക്യാപ്റ്റൻ ഓഫ് ദി ഗോഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ യങ് ലേഡി പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരാണ് തുണ്ടം തുണ്ടായിട്ട് വെട്ടല്, ക്യാപ്റ്റൻ ഓഫ് ദി ഗാഡ്. ഓക്കെ, അപ്പോൾ ലേഡിയുടെ ആ യങ് ലേഡിയുടെ കാമുകനാണ് ആര്, ക്യാപ്റ്റൻ ഓഫ് ദി ഗോഡ്സ്. Then similar requests and threats continued until he had finished with the last of the courtiers. അങ്ങനെ ഓരോ കോർട്ടിയേഴ്സും വരുമ്പോഴും ഓരോ ഭീഷണികളായിരുന്നു, ഓരോ ത്രെഡ്സ് ആയിരുന്നു ടില്ല് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail." ഇനി നെക്സ്റ്റ് ആരാ വന്നത്, ആർച്ച് പറയണം എന്ത്, എനിക്ക് എല്ലാവരുടെയും പിക്ചർ, റിയൽ ആയിട്ടുള്ള പിക്ചർ തന്നെ വേണമെന്ന് പറഞ്ഞു. യു ഹാവ് ടു പെയിൻറ്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. അവർ ഇപ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ എനിക്ക് അവരുടെ പിക്ചർ, നിങ്ങൾ വരയ്ക്കാൻ പോകുന്ന പിക്ചറിലും കാണണമെന്ന് പറഞ്ഞു. ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, എ പിമ്പിൾ ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. നിങ്ങളിനി എങ്ങാനും അവരിലുള്ള ഒരു മോൾ എന്ന് പറഞ്ഞാൽ കാക്കാപ്പുള്ളി, അല്ലെങ്കിൽ ഒരു പിമ്പിൾ എന്ന് പറഞ്ഞാൽ മുഖക്കുരു, നിങ്ങൾ അവരിലുള്ള ഒരു കാക്കാപ്പുള്ളിയോ അല്ലെങ്കിൽ പിമ്പിൾ മുഖക്കുരുവോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരൊറ്റ വെളുത്ത മുടിയോ ഏതെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ ഐ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്, നിങ്ങളെ ഒരു പന്നിയെ വെട്ടുന്നത് പോലെ ഞാൻ നിങ്ങളെ വെട്ടുമെന്ന് പറഞ്ഞു. Till Goli thought things over and said to himself, "If I paint this picture, I shall certainly be killed." അപ്പോൾ ടില്ലിന് ബോധ്യം ചെയ്യുന്നത്, ഇനി എന്തായാലും ഇപ്പോൾ ഈ ഒരു പിക്ചർ വരച്ചാൽ മരണം ഉറപ്പായില്ലേ, എന്തായാലും ഞാൻ വധിക്കപ്പെടുന്നുള്ള മനസ്സിൽ, ഒന്നില്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് തന്നെ കൊല്ലും, അല്ലെങ്കിൽ ആര് കൊല്ലും, കോർട്ടിയേഴ്സ് കൊല്ലും. Either the Archduke will have me slaughtered
like a pig for having disobeyed him, or the courtiers will have you murdered for painting them as they really are. എന്താണ് ഒന്നില്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് തന്നെ പന്നിയെ വെട്ടുന്നത് പോലെ അവർ ആർച്ച് ഡ്യൂക്കിനെ അനുസരിക്കാതെ വെച്ചാൽ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞ എല്ലാവരെയും റിയലായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞു. ഇപ്പോൾ അവരെങ്ങനെയാണോ അതുപോലെ വരയ്ക്കാൻ പറഞ്ഞു. പക്ഷേ കോട്ടിയേഴ്സ് ആണെങ്കിലോ അത് സമ്മതിക്കുന്നില്ല. കോട്ടിയേഴ്സ് അവരുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രൂപമാണ് വരയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് തന്നെ കൊല്ലും, അല്ലെങ്കിൽ കോട്ടിയേഴ്സിലാണെങ്കിലും ഒരാൾ കൊല്ലുന്നു, മനസ്സിലായി. In either case, I am to die. What am I to do? Perhaps it is wiser not to paint this picture at all. അപ്പോൾ എന്തായാലും മരണം ഉറപ്പായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് ഈ പിക്ചർ വരയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നി. The following day, he asked the Archduke for the hall where he was to paint the picture. അങ്ങനെ അത് അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ഈ ടിൽ എന്ത് ചെയ്തു, ആർച്ച് ഡ്യൂക്കിനോട് ചോദിക്കുകയാണ് എവിടെയാണ് ഞാൻ ആ ചിത്രം വരയ്ക്കേണ്ടത്, എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള പ്ലേസ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. ഹി വാസ് ഷോൺ എ ലാർജ് റൂം വിത്ത് ബെയർ വാൾസ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു, ഒരു ലാർജ് നല്ല വലുപ്പമുള്ള ഒരു നഗ്നമായിട്ടുള്ള ഒരു ചുമര് കാണിച്ചു. ബെയർ എന്ന് പറഞ്ഞാൽ ഒന്നും ശൂന്യമായിട്ടുള്ള ഒന്നുമില്ല, ആ ഒരു ചുമരിൽ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചുമര് കാണിച്ചു കൊടുത്തു. ടിൽ ആസ്ക്ഡ് ഫോർ thick curtains to be hung on the walls. പിന്നെ എന്ത് ചെയ്തു, ടില്ല് ചോദിച്ചു എനിക്കൊരു കർട്ടൻ്റെ ആവശ്യമുണ്ട്, ഞാൻ ഈ വരയ്ക്കുന്ന അവിടെ എനിക്ക് കർട്ടൻ ഇടണം. ഹി വാണ്ടഡ് ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദി ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. എന്താണ് കാരണം, എനിക്ക് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് വല്ല ഈച്ചയോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ എൻ്റെ പെയിൻറ്റിങ്ങിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്കൊരു കർട്ടൻ വേണമെന്ന് പറഞ്ഞു. ഹി ആൾസോ ആസ്ക്ഡ് ഫോർ 3 assistants ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിങ് കളേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടെ ആവശ്യപ്പെട്ടു, എന്ത്, 3 അസിസ്റ്റൻറ്റിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു. 3 അസിസ്റ്റൻറ്റിന് എന്തിനാണ്, മിക്സിങ് കളേഴ്സ്. ആ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കളേഴ്സൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 3 അസിസ്റ്റൻറ്റിനെ വേണമെന്ന് പറഞ്ഞു. The Archduke gave him all that he asked for. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു, ടില്ല ആവശ്യപ്പെട്ട പോലെ എല്ലാതും ഒരുക്കി കൊടുത്തു. 3 അസിസ്റ്റൻറ്റിനെ കൊടുത്തു, കർട്ടൻ കൊടുത്തു, എല്ലാം റെഡിയാക്കി സെറ്റാക്കി, വോള് കാണിച്ചു കൊടുത്തു, ഒക്കെ സെറ്റാക്കി. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. അങ്ങനെ 30 ദിവസം കടന്നു. 30 ദിവസം എങ്ങനെയാണ് കടന്നു പോയത്, ടില്ലിൻ്റെ 3 അസിസ്റ്റൻസും ഉണ്ടല്ലോ, അവർ ഭയങ്കര ആർമാദിച്ചല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് അതേപോലെ ഫൈനസ്റ്റ് വൈൻസൊക്കെ കഴിച്ച് ആർമാദിച്ച് അങ്ങനെ ജീവിക്കുകയാണ് കൊട്ടാരത്തിൽ. അങ്ങനെ 30 ദിവസമായി. 30 ദിവസം കഴിഞ്ഞു. ഈ 30 ദിവസം ടില്ലും അസിസ്റ്റൻസും നല്ല ആർഭാടായിട്ട് ജീവിച്ചു. On the 31st day, the Archduke thrust his nose in through the door and said, "It's time that you finish the painting. I am eager to see it." അങ്ങനെ 31st ഡേ അപ്പോൾ 31ാമത്തെ ദിവസം ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു, ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എത്തി നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പെയിൻറ്റിങ് ഫിനിഷ് ആയോ എന്ന് ചോദിച്ചു. എന്താണ്, എനിക്ക് അത് കാണാൻ ഭയങ്കര ആകാംക്ഷയായത്, റെഡി ആയോ എന്ന് ചോദിച്ചു. Till said that the picture was being completed and that he needed some more days to finish it. എന്താണ്, Till said that the picture was being completed and that he needed some more days to finish it. പിക്ചർ കംപ്ലീറ്റ് ആയിട്ടില്ല, എനിക്ക് കുറച്ചും കൂടെ ദിവസം വേണം, അതൊന്ന് ഫിനിഷ് ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടെ ദിവസം വേണമെന്ന് പറഞ്ഞു. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. The delay of a week or 2 did not matter, he said. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് എന്ത് പറഞ്ഞു, ആയിക്കോട്ടെ, അപ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചർ ഉണ്ടാക്കിയെടുക്കാനല്ലേ, വരച്ചെടുക്കാനല്ലേ, അപ്പോൾ അത്രയും ടൈം എടുത്തിട്ട് വേണ്ടി വരും ആ ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോ എടുത്തോളൂ, എന്നിട്ട് നന്നാക്കി വരച്ചോളൂ എന്ന് പറഞ്ഞു.
Till and his companions continued their merrymaking for another fortnight. On the 45th day, once again the Archduke poked his nose in through the door. അങ്ങനെ വീണ്ടും ടില്ലും അസിസ്റ്റൻസും കൂടെ വീണ്ടും ആർഭാട ജീവിതം കണ്ടിന്യൂ ചെയ്തു അല്ലേ. വീണ്ടും ആർമാദിക്കാൻ തുടങ്ങിയതല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതേപോലെ വൈൻസ്, ഇഷ്ടപ്പെട്ട വൈൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം തന്നാൽ മതി. ആദ്യം എന്താണ് ഉള്ളത് എടുത്ത് കഴിക്കായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ. ടില്ലിൻ്റെയൊക്കെ അവസ്ഥ ആലോചിച്ചാൽ പട്ടിണിയായിരുന്നു അല്ലേ. അന്ന് ഈ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ആ സമയത്ത് 3 ദിവസം പട്ടിണി കിടന്നിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പം എന്താണ്, ഫൈനസ്റ്റ് വൈൻസ്, അതേപോലെ നല്ല ഫുഡ്, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം, അങ്ങനെ ആർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞു. ആർച്ച്ഡ്യൂക്ക് വന്ന് ചോദിച്ചപ്പോൾ കുറച്ചും കൂടെ ദിവസം വേണമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം എന്തായത് 45th ഡേ, 45 ദിവസമായി. 45 ദിവസമായപ്പോൾ വീണ്ടും ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു, ഡോറിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ട് ചോദിച്ചു. എന്താ വെച്ചാൽ, ഈസ് ഇൻ ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ് ഹി ആസ്ക്ഡ്. എന്താണ് ടൈം ആയില്ലേ, ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു അല്ലേ. ആദ്യം പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ടൈം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, 2 ആഴ്ച എടുത്തില്ല, ഇപ്പോൾ ഫിനിഷ് ആയില്ലേ എന്ന് ചോദിച്ചു. Till said that the portrait was being given the finishing touches. ഫിനിഷ് ആയോ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ് ടച്ചസ് ഉണ്ട്. ചില ഫൈനൽ ടച്ച് വർക്ക് എന്നൊക്കെ പറയും നമ്മൾ. ലാസ്റ്റ് കുറച്ച് വർക്ക് ടച്ച് വർക്ക്സ് ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ആ ലാസ്റ്റ് കുറച്ച് പണികളും കൂടെ ഉണ്ട്. ഹി ബഗ്ഡ് ഫോർ സം മോർ ടൈം. എനിക്ക് കുറച്ച് ദിവസം കൂടെ വേണമെന്ന് പറഞ്ഞു. ടില്ല് കുറച്ച് ദിവസം കൂടെ ആവശ്യപ്പെടുകയാണ് കേട്ടോ. 45 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ദിവസം കൂടെ ആവശ്യപ്പെടുകയാണ്. The Archduke said that his delay did not matter so long as he did an excellent job. But he added, you should either complete the picture within 15 days or you should show me the unfinished picture now. അപ്പോൾ ആർച്ച്ഡ്യൂക്കിന് മനസ്സിലായി എന്താണ്, വലിയൊരു പിക്ചർ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരയ്ക്കുന്ന പിക്ചറാണ്. അപ്പോൾ അതൊരു നല്ലൊരു എക്സലൻറ്റ് ജോബായിരിക്കും, കാരണം അത്രയും ടൈമൊക്കെ എടുത്തിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ ആയിക്കോട്ടെ, കുറച്ചും കൂടെ ദിവസം കൊടുക്കാം. പക്ഷേ ഒന്നും കൂടെ ആഡ് ചെയ്ത് ആർച്ച്ഡ്യൂക്ക് പറയണത് കൂട്ടിച്ചേർത്തു. എന്താ കൂട്ടിച്ചേർത്ത്, യു ഷുഡ് എയ്തർ കംപ്ലീറ്റ് ദ പിക്ചർ വിതിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ. എന്താണ്, നിനക്ക് ആ 15 ദിവസത്തിനുള്ളിൽ ഇത് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ എനിക്ക് ഈ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള, ചില പൂർണ്ണമാകാത്ത ഈ പിക്ചർ എനിക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞു. എന്താണ്, ടൈം കൊടുത്തു, 15 ദിവസം കൂടെ കൊടുത്തു. ആർച്ച്ഡ്യൂക്ക് വീണ്ടും 15 ദിവസം കൂടി കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ പറഞ്ഞു, എന്ത്, 15 ദിവസത്തിനുള്ളിൽ നിനക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് ഈ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള വെച്ചാൽ പൂർണ്ണമാകാത്ത ഈ പിക്ചർ എന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. Till promised to complete the picture within 15 days, saying that only a few minor details remain to be filled in. ഉറപ്പ് കൊടുക്കണം. എന്താണ്, ഇല്ല ഉറപ്പായിട്ട് 15 ദിവസത്തിനുള്ളിൽ എന്തായാലും കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, കുറച്ച് ചെയ്യാനേ ഉള്ളൂ, കുറച്ചും കൂടെ വരച്ചെടുക്കാനേ ഉള്ളൂ, അത് മതി, 15 ദിവസം കൊണ്ട് എൻ്റെ വർക്ക് തീരുമെന്ന് പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. Should your lordship see the painting now, you would not be satisfied with it, he said. എന്താണ്, ഇപ്പം ഞാനത് ഫിനിഷ് ചെയ്യാത്ത ഈ ഒരു പിക്ചർ, പൂർണ്ണമാകാത്ത, വരച്ച് കഴിയാത്ത ഈ പിക്ചർ കാണിച്ചു തരികയാണെങ്കിൽ അങ്ങേക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അല്ല അങ്ങേക്ക് അത് ഇഷ്ടമാവില്ല, അതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല. Then Till and his companions enjoyed themselves for yet another fortnight. On the 16th morning, the Archduke forced his way into the room and said, I must see the picture at once. Where is the picture? Draw those curtains apart. പിന്നെ അങ്ങനെ ആർച്ച്ഡ്യൂക്ക് വീണ്ടും 15 ദിവസം കൊടുത്തു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസമായപ്പോൾ ആർച്ച്ഡ്യൂക്ക് വീണ്ടും വന്നിട്ട് അത് ചോദിക്കുകയാണ്, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. എനിക്ക് ഇപ്പം തന്നെ ആ പിക്ചർ കാണണമെന്ന്. അതിന് പിന്നെ ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് എൻജോയ്ഡ് ദംസെൽസ് ഫോർ യെറ്റ് അനദർ ഫോൺ. ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ ഈ 15 ദിവസം കൊടുത്തപ്പോൾ വീണ്ടും പിന്നെയും ദിവസം കിട്ടിയില്ലേ, അപ്പോൾ വീണ്ടും ആർമാദിക്കാൻ തുടങ്ങിയത്, ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ടില്ലും കമ്പാനിയൻസ് എന്ന് പറഞ്ഞാൽ 3 അസിസ്റ്റൻസുകൾ. അപ്പോഴാണ് 16ാമത്തെ ദിവസമായപ്പോൾ ആർച്ച്ഡ്യൂക്ക് വന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്, ഐ മസ്റ്റ് സീ ദ പിക്ചർ അറ്റ് വൺസ്. എന്താണ്, എനിക്ക് ഇപ്പം തന്നെ ഈ പിക്ചർ എനിക്ക് കാണണം. വേർ ഈസ് ദ പിക്ചർ, എവിടെ ആ ചിത്രം എന്ന് വെച്ചു. ഡ്രോ ദോസ് കർട്ടൻസ് അപ്പാർട്ട്. ആ ഒരു കർട്ടൻ ഒന്ന് മാറ്റൂ, എനിക്ക് പിക്ചർ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞു. The picture is ready, my lord, announced Till. അപ്പോൾ ടിൽ എന്താ പറഞ്ഞ, പിക്ചർ റെഡിയാണ് മൈ ലോഡ്, രാജാവേ, എന്താണ്, പിക്ചർ റെഡിയാണ്. Then why don't you draw the curtains? What's the matter? The Archduke asked.
ആർച്ചിഡ്യൂക്ക് ചോദിക്കുകയാണ്, റെഡിയാണോ, എന്നിട്ടാണോ പിന്നെ ഈ കർട്ടൻ എന്താ മാറ്റാത്തത്, എനിക്കത് കാണിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. I want you to grant me one last favor, said Till. Please order all the courtiers to assemble in this room. അപ്പോൾ എന്താണ് ടില്ല് ഒന്നും കൂടെ ഒരു കാര്യം കൂടെ ആവശ്യപ്പെടുകയാണ് ആർച്ചിഡ്യൂക്കിനോട്. എന്താണ് ആ കാര്യം? ഐ വാണ്ട് യു ടു ഗ്രാൻഡ് മീ വൺ ലാസ്റ്റ് ഫേവർ. എന്താണ്? പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദിസ് റൂം. എന്താണ്? എല്ലാവരോടും എനിക്കൊരു ഉപകാരം കൂടി താങ്കൾ ചെയ്യണം. എന്താണ്? എല്ലാ കോർട്ടിയേഴ്സിനോടും കൂടി എന്ത് ചെയ്യണം, ഈ റൂമിൽ അസംബിൾ ചെയ്യാം. അസംബിൾ തന്നെ ഒരുമിച്ച് കൂടാൻ പറയണം. ഇപ്പം തന്നെ ഒരുമിച്ച് കൂടാൻ പറയണം. When they are here, I want to say a few words to them and then I will draw the curtains. എന്താണ്? എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നിട്ട് വേണം എനിക്ക് കർട്ടന് അവിടുന്ന് ഈ പിക്ചറിൻ്റെ അവിടുന്ന് മാറ്റാൻ. The Archduke ordered all the courtiers to assemble in the hall. എന്താണ്? ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്തു? ആജ്ഞാപിച്ചു. എന്താണ്? എല്ലാവരോടും, കോർട്ടിയേഴ്സിനോട് എല്ലാവരോടും ആ ഹാളിൽ അസംബിൾ ചെയ്യാൻ പറഞ്ഞു, ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. Till addressed them, my lord, ladies and gentlemen, the picture is ready. അപ്പോൾ ടിൽ അനൗൺസ് ചെയ്യണം. എന്താണ്? മൈ ലോർഡ്, രാജാവ്, എന്താണ്, എൻ്റെ രാജാവ്, അതേപോലെ ലേഡീസ് ആൻഡ് ജനം അഭിസംബോധന ചെയ്യണം. എന്നിട്ടോ ദ പിക്ചർ ഈസ് റെഡി, നമ്മുടെ പിക്ചർ റെഡിയാണ്. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻസ് ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. എന്താണ്? നിങ്ങൾ പിക്ചർ കണ്ടിട്ട് ഞാൻ ഇപ്പോൾ കർട്ടൻ നീക്കും, അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ കാണാൻ സാധിക്കും. നിങ്ങൾ പറയണം എൻ്റെ പിക്ചർ എങ്ങനെയാണെന്ന് പറയണം. യു ക്യാൻ ഓൾ അഡ്മയർ my work. You can all admire my work, but I must warn you that there is something very special about this picture. എന്താണ്? എല്ലാവർക്കും ആ ഒരു പിക്ചർ ഇഷ്ടമാവും. അതേപോലെ ബട്ട് ഐ മസ്റ്റ് വാൺ, എനിക്കൊരു കാര്യം, ഒരു വാർണിംഗ് തരാനുണ്ട് നിനക്ക്. എന്താണ്? ദാറ്റ് ദർ ഈസ് എ സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. ഒരു പ്രത്യേകത ഉണ്ട് ഈ ഒരു പിക്ചറിന്. എന്താണ്? ടില്ല് എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് പറയാണ്, ഞാനിപ്പോൾ കർട്ടൻ നീക്കും, അപ്പോൾ കർട്ടൻ നീക്കുമ്പോൾ എല്ലാവർക്കും എൻ്റെ പിക്ചർ കാണാൻ സാധിക്കും, എല്ലാവർക്കും ആ പിക്ചർ ഇഷ്ടമാവും. അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഈ ഒരു പിക്ചറിന്, ഈ ഒരു ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത നോക്കാം. Only those among you who have noble blood in your veins will be able to see this painting. എന്താണ്? ആർക്ക് മാത്രമേ ഈ പിക്ചർ കാണാൻ സാധിക്കുള്ളൂ? ആരുടെ വെയിൻസിലൂടെയാണ്, ആരുടെ സിരകളിലൂടെയാണോ നോബിൾ ബ്ലഡ്, ചില രാജകീയമായ രക്തം, ചില ശ്രേഷ്ഠമായ രാജകീയമായ രക്തം ഒഴുകുന്നത്, അവർക്ക് ഈ ഒരു പെയിൻറ്റിങ് കാണാൻ പറ്റില്ല. ആർക്കാണോ ആ രാജകീയമായ രക്തം ഉള്ളത് അവർക്ക് മാത്രമേ ആ പെയിൻറ്റിങ് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. All the rest, whatever their rank or position, will see nothing but a blank wall. എന്താണ്? ഇനി എത്ര ഉയരത്തിലുള്ള ആളാണെങ്കിലും, എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, എന്താണ്, നിങ്ങളുടെ വെയിൻസിലൂടെ, നിങ്ങളുടെ സിരകളിലൂടെ രാജകീയ രക്തമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. നൗ നിങ്ങൾക്ക് എന്ത് മാത്രമേ കാണുള്ളൂ? ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ആ ഒരു ചുമര് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. നൗ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ് ടിൽ ഫ്ലങ് ദി കർട്ടൻസ് അസൈഡ്. ഞാൻ കർട്ടൻ നീക്കാൻ പോവുകയാണ്. എന്ത് ചെയ്തോ? ടില്ല് ഒരു ഭാഗത്തേക്ക് കർട്ടൻ നീക്കി. ദ കോർട്ടിയേഴ്സ് outdid one another in showing their admiration for the picture. They praised Till for his splendid painting. അപ്പോൾ കോർട്ടിയേഴ്സൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷങ്ങളൊക്കെ, എന്താണ്, ആ ഒരു പിക്ചർ കണ്ടപ്പോൾ വളരെ നന്നായിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. They praised Till for the splendid painting. അവർ ടില്ലിനെ അങ്ങനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. പിക്ചർ അത്രയും മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ടില്ലിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances. അവർ എന്ത് ചെയ്യണം, എന്തൊരു നാച്ചുറലായിട്ടാണ്, എന്ത് ഒരു ഭംഗിയിലാണത് വരച്ചിട്ടുള്ളത് ടില്ല്. നോക്കൂ, നമ്മൾ ആർച്ച്ഡ്യൂക്കിന് നോക്കൂ, അല്ലെങ്കിൽ നമ്മളെ കമാൻഡർ ഓഫീസിന് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ടില്ല് വരച്ചിട്ടുള്ളത്. ശരിക്കും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ കോർട്ടിയേഴ്സ് പറയാൻ തുടങ്ങി. അവർ
ആരുടെ അവർ പരസ്പരം ഫ്രണ്ട്സ് ആൻഡ് അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരെന്ന് കേട്ടോ. അപ്പോൾ കൂടെയുള്ളവരോട് പറയാൻ തുടങ്ങി. All of a sudden, the Duke's jester leaped into the air and shouted, "All of you know that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall." എന്താണ് അപ്പോൾ ഡ്യൂക്കിന് ഇതായല്ലേ, ദേഷ്യം വന്നു, ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്? "All of you know that I am a fool and I have no blue blood in my veins." എന്താണ് നിങ്ങളൊക്കെ, ഞാനെന്താ ഒരു വിഡ്ഢിയാണോ? എൻ്റെ സിരകളിൽ രാജകീയ ബ്ലഡ് അല്ലേ ഉള്ളത്? "I can see no picture but only a blank wall." എനിക്ക് ഒരു പിക്ചറും അവിടെ കാണാൻ സാധിക്കുന്നില്ല, ഒരു ബ്ലാങ്ക് വാൾ മാത്രമേ കാണുന്നുള്ളൂ, ആ ഒരു ചുമര് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഞാനെന്തൊരു വിഡ്ഢിയാണോ? എൻ്റെ ബ്ലഡിൽ എന്താ രാജകീയ രക്തമില്ലേ എന്ന് വെച്ചു ഈ ആർച്ച് ഡ്യൂക്ക് ഭയങ്കര ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയണം എന്താണ്, കോട്ടേഴ്സൊക്കെ പറയണം എന്തൊരു മനോഹരമായ ചിത്രമാണ്, നന്നാക്കി വരച്ചിട്ടുണ്ട്, എന്തൊരു നാച്ചുറാലിറ്റിയാണ് എന്നൊക്കെ പറയണം. "When fools begin to talk, observe till it's time for wise men to walk." അപ്പോൾ ടില്ല് പറയുന്നത് ഫൂൾസ് ചില വിഡ്ഢികൾ എപ്പോഴാണോ സംസാരിക്കാൻ തുടങ്ങുന്നത്, ഇറ്റ്സ് ടൈം ഫോർ വൈസ് മാൻ ടു വാക്ക്. അത് ബുദ്ധിമാന്മാർക്ക് നടക്കാനുള്ള ടൈമായതാണ് വെച്ചാൽ ബുദ്ധിമാന്മാർ അവിടുന്ന് മാറി നിൽക്കണം, പോകണം വെച്ചാൽ ഫൂൾസ് വിഡ്ഢികൾ സംസാരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ അവിടെ നിൽക്കുന്ന ആ ഒരു ലൈൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. "വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക്, ഇറ്റ്സ് ടൈം ഫോർ വൈസ് മാൻ ടു വാക്ക്." അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഫൂൾസ് എപ്പോഴാണോ സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ബുദ്ധിമാന്മാർ അവിടുന്ന് നടന്ന് നീങ്ങും. അത് ടില് പറയണം. "He calmly strode out of the hall and rode away on his donkey." എന്നിട്ടോ പതുക്കെ ആ ഒരു ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ആ ഡോങ്കിയുടെ മേലെ കയറിയിട്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഒക്കെ വിഡ്ഢികളാണെന്ന് തോന്നിയിട്ട് ടില്ല് എന്ത് ചെയ്യാണ്, തൻ്റെ കഴുതപ്പുറത്ത് ഓടിപ്പോയി. "The feathers in his cap danced with the gentle breeze." അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് വരുമ്പോഴും ആ ഒരു ക്യാപ്പിലുള്ള 3 ഫെതേഴ്സ് ബ്രൈറ്റ് ഫെതേഴ്സ് ഇങ്ങനെ ബ്രീസിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ആ പോകുന്ന സമയത്ത് ആ ഒരു ഫെതേഴ്സ് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലായത്, ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലും ചിലപ്പോൾ ടില്ല് ഫേസ് ചെയ്ത ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ കണ്ടു അല്ലേ. എന്നിട്ട് അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്താണ്, മരണം ഉറപ്പായി നിൽക്കുമായിരുന്നു ടില്ല് അല്ലേ. ഒന്നില്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് കൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ കോട്ടേഴ്സ് കൊല്ലുമായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെ മറികടന്ന് അത്രയും ബുദ്ധി ഉപയോഗിച്ച് മറികടന്ന് ടില്ല് അവിടുന്ന് രക്ഷപ്പെടുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സ്റ്റോറിയാണിത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോറി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? ടില്ലായിരുന്നു അല്ലേ. മെയിൻ ക്യാരക്ടർ ടില്ലായിരുന്നു. ടില്ല് ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റ് ഫേസ് ചെയ്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ജീവിതമായിരുന്നു നമ്മൾ ഇതിൽ കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോറി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്, ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനെയും നമുക്ക് മറികടക്കാൻ സാധിക്കണം അല്ലേ. അതാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം. ഓക്കെ, താങ്ക് യു.